പോർക്കും കുറുക്കിയും അത് ഇഷ്ടപ്പെടാത്ത അങ്കമാലിക്കാരില്ല. അപ്പൊ നമ്മളുടെ അടുത്ത ഡിഷ് പോർക്കും കുറുക്കി. അപ്പൊ നമുക്ക് നമ്മളുടെ പോർക്കും കുറുക്കിക്ക് വേണ്ടിയിട്ട് നല്ല പോർക്ക്, ഒരു 6 തുടങ്ങിയിട്ട് 8 മാസമുള്ള പോർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. പോർക്ക് എടുക്കുന്നു, അതിലേക്ക് കല്ലുപ്പ്, ഇഞ്ചി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, സവോള, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി പൗഡർ, നമ്മളുടെ സിനമൺ, ഗ്രാമ്പു, ഏലക്കായ, പട്ട എല്ലാം കൂടി മിക്സ് ചെയ്തു, ഹോൾ സ്പൈസസ്. പോർക്കിൻ്റെ കൂടെ കുരുമുളക് എപ്പോഴും നല്ല കോമ്പിനേഷൻ, അപ്പോൾ കുരുമുളക് കുറച്ച് കൂട്ടിയിടാം. വെളിച്ചെണ്ണ, കുറച്ച് വിനീഗർ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് നേരം പുരട്ടി വയ്ക്കും. 1.5 മണിക്കൂർ പുരട്ടി വെച്ചാൽ പോർക്കിൻ്റെ നെയ്യ് ഉരുകാതെ നമുക്ക് ആ കഷ്ണങ്ങൾ പീസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഹോൾ സ്പൈസസ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില കേട്ടോ. അങ്കമാലിക്ക് കറിവേപ്പിലയ്ക്ക് ഒരു ക്ഷാമമില്ല. അപ്പം നല്ല നാടൻ കറിവേപ്പില ഇതിനെ ചേർത്തിട്ട് കുക്കറിലൊക്കെ വേവിക്കാറുണ്ട്. കുക്കറിൽ വേവിക്കുന്നതിൽ നല്ലത് എപ്പോഴും നോർമൽ തീയിൽ അല്ലെങ്കിൽ വിറകടുപ്പിൽ വേവിച്ച് കഴിഞ്ഞാൽ ആ പോർക്കിൻ്റെ ടേസ്റ്റിന് നല്ല ഗുണമായിരുന്നു. നമുക്കിപ്പോൾ നോർമൽ ഓപ്പൺ ഫയറിൽ തന്നെ കുക്ക് ചെയ്യാം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തന്നെ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. ആ വെള്ളം വറ്റുമ്പോഴേക്കും പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് വേവാൻ വെച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ കൂർക്കേനെയും ഒപ്പം തന്നെ വേവിക്കാൻ വയ്ക്കാം. കൂർക്ക് വേവുന്നു നന്നായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ലൊരു പോർക്കും കൂർക്കി നമുക്ക് റെഡിയാക്കാം. വെള്ളം ഒഴിക്കാം. ഇത് രണ്ടും വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നമ്മളുടെ പോർക്കിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതെല്ലാം ചേർത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ അത് നെയ്യൊട്ട് ഉരുകാതെ തന്നെ നമുക്ക് നല്ല പോർക്ക് ഫ്രൈഡിലേക്ക് എടുക്കാം. നമ്മളുടെ പോർക്ക് ഇതാ ഗംഭീരമായിട്ട് ആ നെയ്യൊക്കെ അതിൻ്റെ നെയ്യ് തന്നെ വെന്തു. വെള്ളത്തിൽ വേറെ വെള്ളം നമ്മളൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കൂർക്കിയെ നോക്കാം. കൂർക്കി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് കോരിയിടാം. കൂർക്ക് ഭയങ്കര ഒരു ടേസ്റ്റി സാധനമാണ്. അതും ഈ പോർക്കിൻ്റെ നെയ്യിൽ കിടന്ന് വേവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് രണ്ടും കൂടി വേവിക്കുന്നു. നമ്മളുടെ പോർക്ക് കൂർക്കയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പോർക്ക് വെന്തു, നമ്മൾ കൂർക്കയെ സെപ്പറേറ്റ് വേവിച്ചു അതിലേക്ക് മിക്സ് ചെയ്തു. നോക്കി ഇങ്ങനെയും കഴിക്കാം കേട്ടോ. പോർക്കും കൂർക്കയും വേവിച്ച് കഴിക്കാം. ഇതിനെ നമ്മൾ പോർക്കും കൂർക്കയും ഒരിടത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നല്ല പോർക്കാണ്, ഇളം പോർക്കാണ് നമുക്ക് കിട്ടിയത്. അതിന് നമ്മൾ ഉപ്പും മഞ്ഞളും മുളക്, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി തിരുമ്മി വേവിച്ചു.
കൂർക്കനെ സെപ്പറേറ്റ് വേവിച്ചു. ഒരു മുക്കാൽ ഫുൾ വേവ് ആവുന്നതിന് മുമ്പ് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇത് ചെറുതീയിൽ വേവുന്നു. നമുക്ക് നമ്മുടെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം. ഉരുളയിൽ പോർക്കും കൂർക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി വേവട്ടെ. നമുക്ക് ഇതിലേക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി. നന്നായിട്ട് മൊരിക്കുക. നമ്മളുടെ പോർക്കും കൂർക്കി നല്ല ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ചെറിയുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. ഓൾറെഡി ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്, വേവിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ആഡ് ചെയ്യുന്നു. പോർക്കിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി വേണ്ടേ, ചതച്ച കുരുമുളക്. ഇതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ വഴറ്റുന്നു. വെന്ത ബീഫും കൂർക്കയും വെന്തതിനേക്ക് ചേർക്കും. കണ്ട മുതല് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ കഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മുടെ പോർക്കും കൂർക്കയും ഗംഭീരമായിട്ട് റെഡി ആയിട്ടുണ്ട്.